പരീക്ഷ, അതായത് ബയോളജി പരീക്ഷയും അടുത്തിരിക്കുകയാണ് അല്ലെ? യെസ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മളെ നാലാമത്തെ അതെ. അതിൽ ഒരുപാട്, അതിൽ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് ഇതാ, ഓരോ ഡിസീസസ് ഏതാണെന്നും അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം. ഇത് എപ്പോഴും കൺഫ്യൂഷൻ, ഇത് ബാക്ടീരിയ ആണോ, ഇത് ഫംഗസ് ആണോ, ഇത് വൈറസ് ആണോ എന്ന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും അത് പറയാറുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തന്നിട്ട് ഞങ്ങൾ പോകും. യെസ്. അപ്പൊ ഈ രോഗകാര്യങ്ങളും പഠിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ പറയാം. ഇതിന്റെയൊക്കെ സിംറ്റംസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സിംറ്റംസും ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാര്യമായിട്ടും പഠിക്കാൻ പോകുന്ന ഓരോ രോഗം ഏതാണെന്നും അത് കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണെന്നുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ റെഡി അല്ലേ? തുടങ്ങാം. യെസ്. ആദ്യത്തെ ഏതാണ്? നമ്മുടെ ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങൾ. ഏതാണ് ആദ്യത്തെ ഡിസീസ് എന്ന് പറയുന്നത്? ബാക്ടീരിയ. യെസ്, നമ്മുടെ റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ എത്തുന്ന രോഗം അല്ലേ? അതെ. അപ്പൊ അത് കോസ് ചെയ്യുന്ന ആരാണ്? ഒരു ബാക്ടീരിയ ആണ്. എന്താണ് ആ ബാക്ടീരിയയുടെ പേരെന്ന് പറയുന്നത്? ലെപ്റ്റോസ്പൈറ അല്ലെ? എന്നാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് റാറ്റ് ഫീവർ അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന. ഓർക്കാൻ എളുപ്പമാണ്, ലെപ്റ്റോസ്പൈറോസിസ്, ലെപ്റ്റോസ്പൈറ എന്ന് ഓർക്കാം. ഓക്കെ. യെസ്. ഇനി അടുത്ത ബാക്ടീരിയൽ രോഗമാണ് ഏത്? ഡിഫ്തീരിയ. പണ്ട് കാലത്ത് ജനങ്ങളെ വിറപ്പിച്ചിരുന്ന രോഗം, അതായത് തൊണ്ടമുള്ള്. തൊണ്ടമുള്ള് എന്നാണ് നമ്മൾ നാട്ടുംപുറത്ത് പറയാറുള്ളത്. ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയേ. ഇതും ആലോചിച്ച് വെക്കാൻ എളുപ്പമാണ്. ഡിഫ്തീരിയ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് അല്ലെ? കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയേ എന്നുള്ള ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നത്? ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ബാക്ടീരിയൽ ഡിസീസും കൂടി ഏതാണ്? വെരി ഇമ്പോർട്ടന്റ്. ചുമച്ചാലൊക്കെ പൊതുവെ എല്ലാവരും പറഞ്ഞ് ക്ഷയമാണെന്ന് പറയാറുണ്ട്. അതെ. അപ്പൊ ഈ ക്ഷയം അഥവാ ട്യൂബോക്ലോസിസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നു. പഠിക്കാൻ എളുപ്പമാണ്. മൈക്കോ ബാക്ടീരിയം. അതിൽ തന്നെ നമുക്ക് ബാക്ടീരിയ ആണെന്ന് എന്തായാലും ഊഹിക്കാം. മൈക്കോബാക്ടീരിയം ട്യൂബോക്ലോസിസ് എന്ന് പറയുന്ന പേര് തന്നെ വന്നു. അതെ, ഒരു ബുദ്ധിമുട്ടില്ല. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആ വാക്സിൻ. വാക്സിന്റെ പേര് അതെ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളും നമ്മളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വാക്സിന്റെ പേര് എന്താണ്? BCG വാക്സിൻ. BCG വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്ന സിംറ്റംസ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ് ഓർഗാനിസം, ആ ഡിസീസ് ഏതാണെന്ന് ഉള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 3 ബാക്ടീരിയൽ ഡിസീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഏതാണ്? നമ്മുടെ വൈറൽ ഡിസീസസ്, പകർത്തുന്ന രോഗങ്ങൾ. അതിൽ ഏറ്റവും എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് നിപ്പ അല്ലെ? നമ്മുടെ കേരളത്തിൽ ഒരു സമയത്ത് ആരും പുറത്തിറങ്ങാതെ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ നിപ്പ എന്ന് പറയുന്നത്. അപ്പൊ നിപ്പ എന്ന് പറയുന്ന രോഗം പടർത്തുന്നത് നിപ്പ വൈറസ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ നിപ്പ വൈറസ് തന്നെ എഴുതിയാൽ മതി. നിപ്പ വൈറസ്. ഇനി അടുത്തത് ഏതാണ്? നമ്മുടെ എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ്. അത് കോസ് ചെയ്യുന്നത് HIV ആണ് അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതായത് ഇപ്പോഴും മരുന്നുകളൊന്നും കണ്ടുപിടിക്കാത്ത നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രോഗകാരിയാണ് HIV എന്ന് പറയുന്നത്. എയ്ഡ്സ്. യെസ്. ഈ ഫുൾ ഫോമും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതെ, നിങ്ങൾ എയ്ഡ്സ് എന്ന് മാത്രം അറിയാതെ ഈ പറയുന്ന പോലെ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എക്സ്പാൻഡ് എയ്ഡ്സ് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് HIV എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഫുൾ ഫോം തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. യെസ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് പടർത്തുന്നതും ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് തന്നെയാണ്. ഓക്കെ. യെസ്. ഇനി അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ. ഈ രണ്ടെണ്ണം കോസ് ചെയ്യുന്നത് വൈറസ് ആണ്. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ വരിക, ഇത് കൊതുകല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. മസ്കിറ്റോ എന്നുള്ള ശരിക്കും എന്താണ്? അതായത് ഈ രോഗം ഉണ്ടാക്കുന്നത് വൈറസാ. ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ആ പോസ്റ്റ്മാന്റെ ജോലി എടുക്കുന്ന ആള്, അതാണ് ആര്? നമ്മുടെ കൊതുക്. ഓക്കെ. അപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന വെക്ടർ ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മസ്കിറ്റോ എന്ന് എഴുതണം. പക്ഷെ നേരെ മറിച്ച് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതെന്ന് ചോദിക്കുമ്പോൾ ഏത് തന്നെ എഴുതണം? വൈറസ് തന്നെ എഴുതണം. ഓക്കെ. യെസ്. അപ്പൊ അത്രയാണ് നമ്മുടെ വൈറൽ ഡിസീസസ്. ഇനി അടുത്തത് ഏതാണ്? നമ്മുടെ ഫംഗൽ ഡിസീസസ്. ഫംഗസ് കോസ് ചെയ്യുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. യെസ്. 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ റിംഗ് വേം അഥവാ വട്ടച്ചൊറി. യെസ്. അതേപോലെ തന്നെയാണ് നമ്മുടെ അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ ഈ രണ്ടും കോസ് ചെയ്യുന്നത് ആരാണ്? ഫംഗസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ബാക്ടീരിയയിൽ എത്ര പേരെ പഠിച്ചു? നമ്മുടെ 3 പേരെ പഠിച്ചു. വൈറസിലും നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഫംഗസിൽ 2 പേര്, അത്ലറ്റ്സ് ഫുട്ടും അതേപോലെ തന്നെ വട്ടച്ചോറി അഥവാ റിംഗ് വേം. ഓക്കെ. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രോട്ടോസോവ ഉണ്ടാക്കുന്നത്. അതായത് പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ധാരാളം രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് ആകെ പഠിക്കാനുള്ളത് ഒറ്റൊന്നാണ്. ആ ഒറ്റൊന്ന് ഏതാണ്? ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഏതാണ്? നമ്മുടെ മലേറിയ അഥവാ മലമ്പനി അല്ലെ? മലമ്പനി. ഇതും കോസ് ചെയ്യുന്നത് പ്രോട്ടോസോവ ആണെങ്കിലും ഇതിന്റെ
വാഹകൻ അല്ലെങ്കിൽ ഈ പറയുന്ന വെക്ടറിനെ എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ് മിസ് ഇതിന്റെ വെക്ടർ എന്ന് പറയുന്നത്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അല്ലെ. ശരിക്കും പ്ലാസ്മോഡിയം ആണ് ഇവിടുത്തെ പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന രോഗമാണ് മലേറിയ. പക്ഷെ പ്ലാസ്മോഡിയത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതായത് അനോഫിലസ് പെൺ കൊതുകുകളാണ് ഇതിനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സിംറ്റംസും എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ വേംസ് അഥവാ വിരകൾ വളർത്തുന്ന രോഗങ്ങൾ നമുക്ക് ഒറ്റൊന്നേ പഠിക്കാനുള്ളൂ. ആരാണത്? നമ്മുടെ ഫൈലേറിയാസിസ് അഥവാ മന്ത് എന്ന് പറയുന്ന രോഗം, മന്ത് രോഗം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കോസ് ചെയ്യുന്ന ഇതേപോലെ അതിന്റെ വാഹകൻ കോസ് ചെയ്യുന്നത് വിരയാണ് അല്ലെങ്കിൽ വേം ആണ് നമുക്കറിയാം. വാഹകൻ ആരാണ്? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. ക്യൂലെക്സ് ആണ് ഏത്? നമ്മുടെ മന്ത് വളർത്തുന്ന. മറ്റേത് ഏതാണ്? മറ്റേത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന മനുഷ്യരിലെ രോഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ആനിമൽസിലും അല്ലെ? മനുഷ്യർക്ക് മാത്രമല്ല രോഗം വരിക, നമ്മുടെ ചുറ്റിലുള്ള മറ്റു മൃഗങ്ങൾക്കും അതേപോലെ തന്നെ സസ്യങ്ങൾക്കും ഒക്കെ എന്ത് വരുന്നുണ്ട്? രോഗങ്ങൾ വരുന്നുണ്ട്. യെസ്. അപ്പൊ അതിൽ ആനിമൽ ഡിസീസസ് അഥവാ ജന്തു രോഗങ്ങളിൽ വരുന്നത് രണ്ട് പേരുടെയാണ്, നമ്മുടെ ബാക്ടീരിയയുടെയും വൈറസിന്റെയാണ് പഠിക്കാനുള്ളത്. അതിൽ ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ് ഏത്? ആന്ത്രാക്സും അതേപോലെ ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, നമ്മുടെ അകിട് വീക്കം എന്ന് പറയുന്നത്. അത് രണ്ടും കോസ് ചെയ്യുന്ന ആരാണ്? ബാക്ടീരിയ. ആൻഡ് ദെൻ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ഇത് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത്തവണ ചോദിച്ചതായിരുന്നു. അത് കോസ് ചെയ്യുന്ന ആരാണ്? വൈറസ് തന്നെയാണ്. ഓക്കെ, ഇനി ഏതാണ് മിസ്? ഇനി നമ്മുടെ പ്ലാന്റ് ഡിസീസസ് ഏതൊക്കെയാണ്? ഡിസീസസ് ഇതുപോലെ നമുക്ക് പ്ലാന്റ് ഡിസീസസിൽ ബാക്ടീരിയയും വൈറസും അതിന്റെ കൂടെ ഫംഗസും പഠിക്കാറുണ്ട്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ്, അതായത് നമ്മുടെ നെൽച്ചെടിയില്ലേ പാഡി, അതിലെ ബ്ലൈറ്റ് ഡിസീസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ബ്രിഞ്ചോൾ വഴുതനയില്ലേ, വഴുതനയിലെ വിൽറ്റ് ഡിസീസ്, അതായത് വഴുതനയിലെ വാട്ടരോഗം, അതും ബാക്ടീരിയ. ബേസിക്കലി വാഴ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലൈറ്റ് ഡിസീസും വിൽറ്റ് ഡിസീസും. ബ്ലൈറ്റ് പാഡിയിൽ, വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചോൾ. അടുത്തത് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ പയറ്, അതേപോലെ മരച്ചീനി, ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ കപ്പ, പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ മൊസൈക്ക് രോഗം, മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ ബനാന, അതായത് ഒന്നുമില്ല നമ്മളെ വാഴയില്ലേ, വാഴയിലെ കുറുനാമ്പ് രോഗം. അത് നമുക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ അധിക പേരും പറയാറുണ്ട്. കുറുനാമ്പ് രോഗം, ടോപ്പ് ഓഫ് ബനാന. വാഴ മൊരടിച്ച് തന്നെ പോകും, അങ്ങനെയാണ് ഉണ്ടാവുക ഈ രോഗം വന്നു കഴിഞ്ഞാൽ കേട്ടോ. അത് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ്. പിന്നെ ഫംഗസ് ഉണ്ടാക്കുന്നത് ഒന്ന് കുരുമുളക്, നമ്മളെ പെപ്പറിലെ ക്വിക്ക് വിൽഡ്, അതോ എന്ത് തന്നെയാണ്? ദ്രുതവാട്ടം. വാട്ടം തന്നെ. അടുത്തത് കോക്കനട്ട്, നമ്മുടെ തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞു പോവാന്ന് പറയുന്നത് അല്ലേ, യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിസീസസ്, അതേപോലെ തന്നെ അതിന്റെ കോസറ്റീവ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു ഒരു എന്താ പറയാ, താഴെ കമന്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? മിസ്സിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട അസുഖം എന്നല്ല, പക്ഷെ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡിസീസിന്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാ നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു ഡിസീസിന്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ടഫ് ഉള്ളത് കൊടുക്കാം. നമുക്ക് ഡിഫ്തീരിയ കൊടുത്താലോ? ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നും അതിന്റെ പേരും നിങ്ങൾ താഴെ എഴുതണം, താഴെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ലൈവിന് വരാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ലൈവിൽ വരുന്നുണ്ട്. മാരത്തോണ്, ബമ്പർ മാരത്തോണ്, ബമ്പർ ബൂസ്റ്റർ. അതെ, അങ്ങനെയൊന്നും ഞങ്ങൾ എളുപ്പത്തിലൊന്നും നിങ്ങളെ വിട്ടു പോവില്ല. അപ്പൊ ഇനിയുള്ള 2-3 ദിവസം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരെയും ലൈവിൽ കാണാം. ഇവർ മാത്രം വന്നാ പോരല്ലോ, ഫ്രണ്ട്സ് എല്ലാവരും. അപ്പൊ എല്ലാവരും കൂട്ടി നമ്മുടെ ലൈവിലേക്ക് എത്താൻ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ.